ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ആട്ടപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും ഒരു മസാല റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു പൂരി തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. പൂരി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ബൗൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ബൗൾ റവയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചുടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി മാവിനേക്കാൾ അല്പം കട്ടിയിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുഴച്ച് തയ്യാറാക്കിയെടുക്കാൻ. പെർഫെക്റ്റ് പൂരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നല്ല പോലെ വീർത്ത് വരുന്നതും എണ്ണ കുടിക്കാത്തതുമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി സമയമുള്ളവർക്ക് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ടൈം ഇല്ലാത്തവർക്ക് 5 മിനിറ്റ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി മാവ് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ചെറിയ വട്ടത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അധികം കനം കുറഞ്ഞു പോകാതെ അതുപോലെ തന്നെ അധികം കനം കൂടി പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം പ്രസ്സിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പലകയിൽ വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൂരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള തവി ഉപയോഗിച്ചിട്ട് പൂരിയുടെ മുകളിൽ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പൂരി നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് അങ്ങനെ ഇട്ടതിന് ശേഷം മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ നിറമായതിനു ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നു. മറുവശം കൂടി ഗോൾഡൻ നിറമാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റിയെടുക്കാം. പൂരിക്കായിട്ട് മാവ് കുഴയ്ക്കുന്ന സമയത്ത് റവ ചേർക്കുന്നത് പൂരി കുറച്ചധികം നേരം ഇതുപോലെ തന്നെ അതിലെ പൊള്ളം നിൽക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. പൂരിയുടെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പൂരി നന്നായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടുന്നതുമാണ്. ഇനി കയ്യിലൊന്നും മാവ് പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആട്ടപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചവെള്ളത്തിലാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. പച്ചവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സ്വല്പം എണ്ണയോ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് മാവിന് നന്നായിട്ട് തന്നെ ഒരു മയം കിട്ടുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് കഴിയും. ചുടുവെള്ളം ഉപയോഗിച്ചിട്ടും നമുക്ക് മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ കൈ വെച്ചുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കില്ല. ഇനി മാവ് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ ചപ്പാത്തിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ ഒരു ഭാഗം ഒന്ന് ആവി വരുന്ന സമയത്ത് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഗത്തും നന്നായിട്ട് തന്നെ ആവി പിടിക്കുന്ന സമയത്ത് ഒന്നുകൂടി തിരിച്ചിടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തവി വെച്ച് ഒന്ന്
ചപ്പാത്തിയുടെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരും. ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഓയിലോ എണ്ണയോ ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നന്നായിട്ട് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ പൊള്ളം കുറേ നേരത്തേക്ക് ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ കഴിക്കാൻ ഏറ്റവും മികച്ച കോമ്പിനേഷനായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കുന്ന കിഴങ്ങ് മസാല വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതും കറിക്ക് ഒന്നുകൂടി രുചി കിട്ടാനായിട്ട് സഹായിക്കും. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറി വരുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കിഴങ്ങ് എപ്പോഴും വേവിച്ച് ഉടച്ച് വെച്ചതിന് ശേഷം മാത്രം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 3 പച്ചമുളക് കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ കടലമാവ് അല്പം വെള്ളത്തിൽ കട്ടിയില്ലാതെ കലക്കിയിട്ട് തിളയ്ക്കുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഗ്രേവിക്ക് നല്ല ഹോട്ടൽ സ്റ്റൈൽ കട്ടിയും രുചിയും നൽകുന്നതാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവിക്കൊടുക്കുക. മസാല കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്വാദിഷ്ടമായിട്ടുള്ള കിഴങ്ങ് മസാല തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.